ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇത് ഒപ്പറ കേക്കാണ്. ഇതൊരു ഫ്രഞ്ച് റെസിപ്പിയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഇവിടത്തെ വെച്ചിട്ട് ഇത് അത്യാവശ്യം നല്ല റിച്ച് ആയിട്ടുള്ളൊരു കേക്കാണ്. അതായത് ഇതിനൊരു 1 കിലോയ്ക്കൊക്കെ ഒരു 2000-ന് മേലെയൊക്കെ റേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം തന്നെ അറിയാലോ അത് എത്രമാത്രം നല്ലൊരു കേക്കാണെന്നുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒപ്പറ കേക്കിന് വേണ്ടി ആദ്യം തന്നെ നമുക്ക് ഒരു 3 മുട്ടയുടെ വെള്ളം എടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ വേണം എടുക്കാനായിട്ട്. ഇപ്പോൾ ആ മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി മഞ്ഞ അടച്ചൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കാം. ഇത് പിന്നീടാണ് നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. മുട്ടയുടെ വെള്ളയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ ഇത് നന്നായിട്ട് ബീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ചാടണ പോലുമില്ല. ഇപ്പൊ ഇത് മാറ്റി വെക്കാം. ഇനി ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ടുള്ള മുട്ടയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കാം. ഇനി വീണ്ടും ബീറ്റ് ചെയ്യാം. 1 ടീസ്പൂൺ വാനില എസൻസ്, 1/2 ടീസ്പൂൺ ബട്ടർ എസൻസ്. ബട്ടർ എസൻസ് ഓപ്ഷനിലാണ്. പിന്നെ ഇതിലേക്ക് ആൽമണ്ട് എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചേർക്കണത് 1/2 കപ്പ് ആൽമണ്ട് ഫ്ലോർ ആണ്. അപ്പൊ ഇത് ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ്. ആൽമണ്ട് ഒന്ന് വറുത്തിട്ട്, അതായത് നമ്മുടെ ബദാം ഒന്ന് വറുത്തിട്ട് പൊടിച്ചെടുത്താണ്. ഇതിന്റെ പൊടി മേടിക്കാൻ കിട്ടും കേട്ടോ. അപ്പൊ അതാവുമ്പോൾ കുറച്ചുകൂടെ ഒരു ലൈറ്റ് കളറായിരിക്കും, നല്ലൊരു വെള്ള കളറായിട്ടുള്ള ഒരു കളറായിരിക്കും. ഇതിപ്പോ നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ ഈ ഒരു കളറൊക്കെ ആയിട്ട് കിട്ടുള്ളൂ. 1/4 കപ്പ് മൈദ, 1/4 കപ്പ് ഓയില് അല്ലെങ്കിൽ ബട്ടറാണ് കേട്ടോ ചേർക്കണം നല്ലത്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഒറിജിനൽ ഒപ്പറ കേക്കിന്റെ റെസിപ്പിയിൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർക്കൂല കേട്ടോ. അതുപോലെ ആ ഓയിലിന് പകരമായിട്ട് ബട്ടറാണ് ചേർക്കണേ കേട്ടോ. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കാമുള്ളൂ കേട്ടോ. അതായത് ലോ സ്പീഡിൽ ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്തേച്ചാൽ മതി. അപ്പോൾ അതായത് ഇപ്പൊ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. എഗ് വൈറ്റ് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, അതിങ്ങനെ എടുത്തിട്ട് കുറേശ്ശെ എടുത്തിട്ട് അതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതായത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു കേക്ക് ടിന്, അതായത് ഇതൊരു 9 ഇഞ്ചിന്റെ കേക്ക് ടിനാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അതിനകത്ത് ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ട്. 4 സൈഡിൽ കൂടെ ഒക്കെ ഗ്രീസ് ചെയ്ത് ലൈൻ ചെയ്ത് വെച്ചേക്കണെയാണ്. അപ്പോൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതായത് ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഓവനിലോട്ട് എടുത്തു വയ്ക്കാം. അപ്പോൾ ഇത് ഞാനിത് ഉണ്ടാക്കണത് ഓവനിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പൊ നമ്മുടെ സാധാരണ ഇതിനകത്ത് വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമുക്കൊരു 25-30 മിനിറ്റ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. 180 ഡിഗ്രിയിൽ 30 മിനിറ്റ്. അപ്പോൾ ഇനി അടുത്തത് ഒരു ഫ്രഞ്ച് സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അതായത് നമ്മൾ 4 ലെയറായിട്ട് എടുക്കുമ്പോൾ അതിനകത്ത് ഒരു ലെയറിൽ ഇടാനുള്ള കേട്ടോ ഇത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ടയല്ല, മുട്ടയുടെ വെള്ള. അപ്പോൾ ഇതൊരു 1/3 കപ്പ് ഉണ്ട് കേട്ടോ മുട്ടയുടെ വെള്ള. അപ്പോൾ അത്രയും തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി എടുക്കണം കേട്ടോ.
1/3 കപ്പ് തന്നെ ഷുഗർ പൗഡർ എടുത്തിട്ടുണ്ട്, പൊടിച്ച പഞ്ചസാര. 1/3 കപ്പ് തന്നെ മൈദ. പിന്നെ 1/3 കപ്പ് തന്നെ മെൽറ്റഡ് ബട്ടർ. ഇനി ഇത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലത്തെ ഒരു ബേക്കിംഗ് ട്രേയിൽ ഇതുപോലെ ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അടുപ്പിൽ വെച്ചിട്ടും നമ്മുടെ സോസ് പാനിൽ വെച്ചിട്ടും ചുട്ടെടുക്കാം കേട്ടോ. കുറച്ച് സമയം എടുത്ത് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് വേണമെങ്കിൽ ചുട്ടെടുക്കാം. പക്ഷെ ഞാനിപ്പോൾ ഇതിനകത്തായിട്ടാണ്, നമ്മുടെ ഓവൻ എന്താണെങ്കിലും ഇത് ചൂടായിട്ടിരിക്കുകയാണ്, അപ്പോൾ അതിനകത്തേക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്ന് കരുതി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. നല്ല കട്ടി കുറച്ച് പരത്തിയെടുക്കണം കേട്ടോ. ഇതിന് ശരിക്കും കട്ടി കുറച്ച് അങ്ങോട്ട് പരത്തിയെടുക്കാം. ഞാനിതിപ്പോൾ വലിയൊരു പിസ്സ പാനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് ഓവനിലിട്ട് വെക്കാം. അപ്പോൾ അതാ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ഒരു കേക്കും കൂടെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ 2 കേക്കിനും കൂടെ വേണ്ടിയിട്ടുള്ള പൈലറ്റ് ഫ്യൂലിറ്റിനാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്ത് തന്നെ വേറൊരു കേക്കും കൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. ഇത് 2 കിലോയുടെ കേക്കാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇതങ്ങനെ പൈലറ്റ് ഫ്യൂലിറ്റിൻ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ബിസ്ക്കറ്റ് തന്നെ കേട്ടോ, നല്ല ക്രിസ്പി ആയിട്ട് വരും ഇല്ലേ. ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ ആൽമണ്ട് സ്പഞ്ച് കേക്ക് ഒന്ന് വെറ്റ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾക്ക് ഒരു സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത് കോഫി സിറപ്പാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നമ്മൾ സാധാരണയായിട്ട് ഷുഗർ സിറപ്പാണല്ലോ ഈ ഓരോ കേക്കിലും വെറ്റ് ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്യാറുള്ളത്. പക്ഷേ ഇതിന് നമ്മൾ ചേർക്കുന്നത് കോഫി സിറപ്പാണ്. മൊത്തത്തിൽ ഈ കേക്കിന് ഒരു കോഫിയുടെ ഫ്ലേവർ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് തന്നെ വെള്ളം ചേർക്കാം. 2 ടീസ്പൂൺ കോഫി പൗഡർ ചേർത്താൽ മതി കേട്ടോ. ഇത് ഇൻസ്റ്റന്റ് കോഫി പൗഡറാണ്. അപ്പോൾ ഇത് തിളച്ചതിന് ശേഷം ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ കോഫി പൗഡറും കൂടെ കോഫി റെഡിയാവും. അപ്പോൾ ഇതാ കോഫി സിറപ്പ് റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം നമുക്കിത് കേക്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇനി ഇത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ഈ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഡാർക്ക് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും കൂടി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു 150 ഗ്രാം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് താഴെ നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ വച്ചിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്ത് വെച്ചാൽ മതി. നല്ല ചൂടുണ്ട് കേട്ടോ, പാത്രത്തിനൊക്കെയാണെങ്കിൽ നല്ല ചൂടുണ്ട്. നമ്മളിപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റിനൊക്കെ കൂടുതലും ഡാർക്ക് കോമ്പൗണ്ട് ആണല്ലോ ചേർക്കുന്നത്. പക്ഷെ ഇതിനകത്ത് കൂടുതലും മിൽക്ക് കോമ്പൗണ്ടാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ നമുക്കിത് മിക്സാക്കി ചേർത്താലും കുറച്ചുകൂടെ നല്ലൊരു കളറും, ഡാർക്ക് കോമ്പൗണ്ട് ആകുമ്പോൾ നല്ലൊരു ബ്ലാക്ക് കളറായിട്ടായിരിക്കും. പക്ഷെ ഇതാകുമ്പോൾ ഈ ഒരു കളറിലായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ. നല്ലൊരു ഗ്ലേസിംഗ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ബട്ടറൊക്കെ ചേർക്കുന്നത്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ആദ്യം ഉണ്ടാക്കി വെച്ച ഒരു ബിസ്ക്കറ്റ് പോലെ ഉണ്ടാക്കി വെച്ചില്ലായിരുന്നോ, പൈലറ്റ് ഫ്യൂലിറ്റിൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അതാണ് കേട്ടോ ഇത് ചേർത്ത് കൊടുക്കാം. പേര് പറയാൻ നമുക്ക് കുറച്ച് പ്രയാസമാണ്. ഇനി ഇതും കൂടെ ഇട്ടിട്ട് നല്ലതായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഇങ്ങനെ റെഡിയാക്കി എടുത്ത ഈ സംഭവത്തിന് പറഞ്ഞാൽ ചോക്ലേറ്റ് ക്രൂയിസലൻറ്റ്. അപ്പോൾ ഇതൊക്കെ ഒരു ഫ്രഞ്ച് നെയിംസ് ആയതുകൊണ്ട് നമുക്ക് പറയാനും എടുക്കാനൊക്കെ കുറച്ച് പ്രയാസമായിരിക്കുന്നുള്ളൂ. സംഭവം ഇതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി ഇത് നമുക്ക് ഫസ്റ്റ് ലെയർ ഇതാണ് കേട്ടോ വന്നത്. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി ഇതൊന്ന് വിടിച്ചൊക്കെ എടുക്കാം കേട്ടോ നമുക്ക്.
ഇനി ഇത് ഈ ബ്രെഡ് നൈഫ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ബ്രെഡ് നൈഫ് ഉപയോഗിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയുമോ? കാരണം നമ്മുടെ സാധാരണ നൈഫൊക്കെ ആകുമ്പോൾ ഇവിടെ കുറച്ച് കട്ടി കൂടുതലും ഇവിടെ കട്ടി കുറഞ്ഞും അങ്ങനെയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഒരേ തിക്നെസ്സിൽ കിട്ടില്ല. ഇത് തന്നെ ഉപയോഗിക്കുന്നതായിട്ട് എപ്പോഴും നല്ലത്. ഇതുപോലത്തെ നൈഫ് ഉപയോഗിക്കുന്നതിന് എപ്പോഴും നല്ലത്. കാരണം ഒരേ ലെവലായിരിക്കും. അപ്പോൾ ഇനി ഇത് രണ്ടായിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യണത്. കാരണം ഞാൻ ഇതുപോലെ തന്നെ 2 കേക്കാണല്ലോ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ 2 കേക്ക് ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ കേക്ക് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് എത്ര തിന്നായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ 4 എണ്ണമായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് നമ്മളിത് ഉണ്ടാക്കി വരുമ്പോൾ 2 കിലോയുടെ കേക്കാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കണത്. അപ്പോൾ ഇതിൻ്റെ ബോർഡ് നോക്കിയപ്പോഴാണ് മനസ്സിലാവണത് ബോർഡ് വീട്ടിലില്ലാന്ന്. പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അജന്തയുടെ ഒരു ക്ലോക്ക് മേടിച്ച കാർഡ്ബോർഡായിരുന്നു. അപ്പോൾ അതും കൂടെ വെട്ടിയെടുത്തു. അപ്പോൾ നമ്മുടെ കേക്ക് 9 ഇഞ്ചിൻ്റെയാണ്. അപ്പോൾ ഞാനിത് വെട്ടിയെടുത്തപ്പോൾ 10 ഇഞ്ച് വെച്ച് 2 പീസ് വെട്ടിയെടുത്തു. ഇനി ഇത് ഒട്ടിക്കണം. ഇതിങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ചിട്ട് നമുക്ക് ഈ അലുമിനിയം ഫോയിൽ ഉണ്ടല്ലോ അത് വെച്ചിട്ട് അങ്ങോട്ട് കവർ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നന്നായിട്ട് തന്നെ ഇരുന്നോളൂ. ഇപ്പോൾ 2 എണ്ണം എടുത്തതെന്ന് വെച്ചാൽ കുറച്ച് കട്ടിക്ക് ഇരുന്നോട്ടെ എന്ന് കരുതി കേട്ടോ. ഇപ്പോൾ നമ്മൾ എടുക്കുകയൊന്നും ചെയ്യുമ്പോഴേ കേക്കിന് ഡാമേജ് ഒന്നും വരില്ല. ഒട്ടും കട്ടി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതാ കേക്ക് ബോർഡ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിവിടെ ടേൺ ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു കേക്ക് എടുത്ത് വയ്ക്കാം. ഇതുണ്ടിനെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല നൈസായിട്ടാട്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. കേക്കുകളിലൊക്കെ ആദ്യം കേക്കല്ലേ വെക്കണത്. പക്ഷേ ഇതിനകത്ത് അങ്ങനെയല്ല. ഇതിനകത്ത് ഫസ്റ്റ് ലെയറായിട്ട് ഈ ചോക്ലേറ്റ് ക്രൂസിലൻ്റ് ആണ് വന്നത്. അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു കേക്കിൻ്റെ മുകളിലായിട്ട് നമ്മളിത് സെറ്റ് ചെയ്യും കേട്ടോ. ഇത് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ ഇതെങ്ങനെയാണ് ഇത് വന്നതെന്നുള്ളത്. അപ്പോൾ ഞാനിത് മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് കറക്റ്റായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം നമുക്ക്. സൈഡിലായിട്ട് അധികം അങ്ങോട്ട് വച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. കാരണം നമ്മൾ സൈഡ് കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളയുമല്ലോ ലാസ്റ്റ് ആകുമ്പോഴേ. ഈ ഒരു കേക്കിന് നല്ല പോലെ ചോക്ലേറ്റ് വേണം കേട്ടോ. പിന്നെ ഇത് സാധാരണ രീതിയിൽ നമ്മളിപ്പോൾ ഷോപ്പിലൊക്കെ പോയി മേടിക്കുമ്പോൾ പോലും ഈ പൈലറ്റ് ഫ്യൂലിറ്റിനൊക്കെ ഒഴിവാക്കുവാണ് പതിവെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതൊന്നും അധികം കാണാറില്ല കേട്ടോ. അപ്പോൾ ഇനി ഇത് തണുക്കാനായിട്ട് ഇതൊന്ന് സെറ്റ് ആവാനായിട്ട് നമുക്ക് നേരെ ഫ്രിഡ്ജിലിട്ട് വയ്ക്കാം. ഇനി അടുത്തത് ചോക്ലേറ്റ് ഗണാഷ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അത് ഒരു കപ്പ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതുപോലെ തന്നെ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ തന്നെ മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് തന്നെ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. 1:1 റേഷ്യോയിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്കും 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ എടുക്കുന്ന പാത്രത്തിലൊന്നും ഒട്ടും തന്നെ വെള്ളമൊന്നും ഉണ്ടാവരുത് കേട്ടോ. അപ്പോൾ ഇനി ഇത് കുറച്ച് കട്ടയാവാനായിട്ട് നമുക്ക് ഫ്രിഡ്ജിലിട്ട് വയ്ക്കാം. ഈ ഒപ്ര കേക്കിന് നമ്മൾ സാധാരണയായിട്ട് കോഫി ബട്ടർ ക്രീമാണ് ഉപയോഗിക്കുന്നത്. വിപ്പിംഗ് ക്രീമൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ. അപ്പോൾ അത് നമുക്ക് കോഫി ബട്ടർ ക്രീമിന് വേണ്ടിയിട്ടുള്ള ആ കോഫി ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടുപ്പത്ത് വെച്ച് 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആവുന്നത് വരെ ഒന്ന് മെൽറ്റ് ചെയ്യിപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം മാറ്റി വെച്ച ഒരു എഗ് യോക്കൊക്കെ ഉണ്ടായിരുന്നില്ലായിരുന്നോ? അപ്പോൾ ഇതൊരു 6 എണ്ണം ഉണ്ട് കേട്ടോ. അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അല്ല 5 എണ്ണം. അപ്പോൾ നമ്മുടെ കോഫി ബട്ടർ ക്രീമിന് വേണ്ടിയിട്ടുള്ള കോഫി റെഡി ആയിട്ടുണ്ട്. ഇത് 1 സ്ട്രിങ് കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. നമ്മൾ കയ്യിൽ വെച്ചിട്ടൊന്ന് വെച്ച് നോക്കുമ്പോൾ ഒറ്റ നൂൽ പരുവം അതാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ എഗ് യോക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഈ 1 സ്ട്രിങ് കൺസിസ്റ്റൻസിയിലുള്ള കോഫി മിക്സ് നല്ല ചൂടോടുകൂടി തന്നെ നമുക്ക് ഈ എഗ് യോക്കിലിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ അങ്ങോട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതാണ് കേട്ടോ ഈ 1 സ്ട്രിങ് കൺസിസ്റ്റൻസി എന്ന് പറയണത്.
ആ കോഫി നമ്മൾ നല്ല ചൂടോടുകൂടി തന്നെയാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ആ ചൂടൊന്ന് ആറിയതിന് ശേഷം, അതായത് അന്നേരം നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ഡാർക്ക് കളറല്ലായിരുന്നു, അപ്പോൾ അതിങ്ങനെ ബീറ്റ് ചെയ്ത് ഇതുപോലത്തെ ഒരു കളറൊക്കെ ആവും. അപ്പോഴേക്കും നല്ല എന്താ പറയുക, ചൂടൊക്കെ ആറിപ്പോവും. നല്ല നോർമൽ റൂം ടെമ്പറേച്ചറിൽ വരും. റൂം ടെമ്പറേച്ചറിൽ വന്നതിന് ശേഷം വേണം നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാനായിട്ട്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം ചേർക്കാനായിട്ട്. ഞാനിപ്പോൾ ആദ്യം ഒരു 100 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഇതാ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതും കൂടെ ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇത് നമ്മളിനി തിരിച്ച് വെക്കണം കേട്ടോ. ഇതിപ്പോൾ നല്ലപോലെ സെറ്റായിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് തിരിച്ച് വെക്കണം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കോഫി സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് കോഫി ബട്ടർ ക്രീം ആക്കി കൊടുക്കാം. അപ്പോൾ അതായത് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു കേക്ക് എടുത്ത് വയ്ക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലും കുറച്ച് കോഫി സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതായത് ഇതിൻ്റെ മുകളിലും കുറച്ച് കോഫി സിറപ്പ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് ചോക്ലേറ്റ് ഗണാഷ്. നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചില്ലായിരുന്നു, അത് ഫ്രിഡ്ജിലിട്ട് വെച്ചേക്കുമല്ലായിരുന്നു. അപ്പോൾ അതെടുത്ത് അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി മൂന്നാമത്തെ ലെയർ. അപ്പോൾ മൂന്നാമത്തെ ലെയറിലും ഈ കോഫി സിറപ്പ് അപ്ലൈ ചെയ്തതിന് ശേഷം കോഫി ബട്ടർ ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ അത് 4 ലെയറും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? താഴത്തെ ചോക്ലേറ്റ്, പിന്നെ ഒരു ബിസ്ക്കറ്റും കൂടി ചേർത്തിട്ടുള്ളത്, പിന്നെ നമ്മുടെ കേക്ക്, പിന്നെ അടുത്തത് ബട്ടർ ക്രീം, നടുക്ക് വരുമ്പോൾ ചോക്ലേറ്റ് ഗണാഷ്, പിന്നെ ബട്ടർ ക്രീം, പിന്നെ ഇതിൻ്റെ മുകളിലും ബട്ടർ ക്രീം വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് ചോക്ലേറ്റ് ഗ്ലേസ് ഉണ്ടാക്കണം. അപ്പോൾ ചോക്ലേറ്റ് ഗ്ലേസ് ഉണ്ടാക്കാം. അപ്പോൾ ആ ടൈം വരെ ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ഗ്ലേസ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചാൽ മതി. അപ്പോൾ ഇനി ഇത് എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും ഫ്രിഡ്ജിലായിട്ട് തന്നെ വെക്കാം. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഒപ്പറ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് സിൽവർ ഷുഗർ ബീഡ്സ് കൊണ്ടും അതുപോലെ ചോക്ലേറ്റ് ഗ്ലേസ് കൊണ്ടും ഒന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് സെർവ് ചെയ്യണത് സാധാരണ രീതിയിൽ പേസ്ട്രി മോഡലിലാണ് കേട്ടോ ഇത് സെർവ് ചെയ്യണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒപ്പറ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, എല്ലാം നല്ല പെർഫെക്റ്റ് ലെയേഴ്സായിട്ട് കിട്ടിയിട്ടുണ്ട്. 4 എണ്ണം നമ്മുടെ കേക്കാണ് വന്നിരിക്കുന്നത്, 4 ലെയറിൽ. പിന്നെ ഒരെണ്ണം നമ്മുടെ ചോക്ലേറ്റ് ക്രൂസലൻ്റാണ്. പിന്നെ അടുത്തത് ബട്ടർ ക്രീം, കോഫി ബട്ടർ ക്രീമൊക്കെയാണ്. അതിന് നടുക്കായിട്ട് ചോക്ലേറ്റ് ഗണാഷ വന്നിട്ട് ഏറ്റവും ടോപ്പിൽ ചോക്ലേറ്റ് ഗ്ലേസ്. അപ്പോൾ നല്ല പെർഫെക്റ്റും നല്ല റിച്ചായിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. ഇതെൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയൊരു കേക്കാണ്. അപ്പോൾ അവനും അവൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും നല്ല ഇഷ്ടമായി. കോഫി ലവേഴ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടമാവുന്ന ഒരു കേക്കാണ് കേട്ടോ അത്. എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ മോൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒന്ന് കാണാം. അപ്പോൾ നമ്മുടെ അടുത്തുള്ള വീട്ടിലത്തെ കുറച്ച് കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരും ഉണ്ടായിരുന്നില്ല. ചെറിയൊരു എന്താ പറയുക, ഒരു കേക്ക് കട്ട് ചെയ്തു, അത്ര മാത്രമേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ചൊരു സെലിബ്രേഷൻ എന്ന് പറയാനൊന്നുമില്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അവന് കിട്ടിയൊരു കാർഡ് കാണിച്ചു തരാം കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായൊരു കാർഡാണ്. ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു കാർഡായതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ.
പിന്നെന്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ ഞങ്ങളെ കൂടി നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷസ് ക്രിയേഷൻസ്.